സ്ട്രോബെറിയുടെ വിലയിടിഞ്ഞത് വട്ടവടയിലെ സ്ട്രോബെറി കർഷകരെ നിരാശയിലാക്കുന്നു. നിലവിൽ 300 രൂപയാണ് വട്ടവടയിൽ കർഷകർക്ക് സ്ട്രോബെറിക്ക് ലഭിക്കുന്ന വില. ഉയർന്ന ഉൽപ്പാദനവും പോയ മാസങ്ങളിൽ വട്ടവടയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ കുറവും സ്ട്രോബെറിയുടെ ഇപ്പോഴത്തെ വിലയിടിവിനുള്ള കാരണങ്ങളാണ്. ശീതകാല പച്ചക്കറി കൃഷികൾക്കൊപ്പം വട്ടവടയിലെ കർഷകരുടെ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് സ്ട്രോബെറി കൃഷി. മാസങ്ങൾക്ക് മുമ്പ് കൃഷി ഇറക്കിയ സ്ട്രോബെറികളിലെ കായകൾ പഴുത്ത് വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. എന്നാൽ ഈ വിളവെടുപ്പ് കാലത്ത് സ്ട്രോബെറിക്കുണ്ടായിട്ടുള്ള വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. നിലവിൽ 300 രൂപയാണ് 1 കിലോ സ്ട്രോബെറിക്ക് കർഷകർക്ക് ലഭിക്കുന്ന വില. ഈ വിലയിൽ സ്ട്രോബെറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക പ്രയാസകരമാണെന്ന് കർഷകർ പറയുന്നു. പച്ചക്കറി അല്ലാതെ നമുക്ക് സ്ട്രോബെറി ഈ ഡിസംബർ ടു മെയ് വരയ്ക്ക് സ്ട്രോബെറിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കഴിഞ്ഞ കൊല്ലമുള്ള 600 വരെ കിലോയ്ക്ക് ഉണ്ടായിരുന്നു ഈ മാസത്തിലേക്ക്. ഇപ്പോൾ അതിൻ്റെ പകുതി കുറഞ്ഞു 300 ആക്കി. കാരണം ഉൽപ്പാദനം പണം കൂടി ആൾക്കാർ വരവ് ഇത്ര കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇടിവായി ഈ കൊല്ലം. ഇത് ഏതെങ്കിലും ഈ സർക്കാർ ഭാഗത്തിൽ നിന്ന് ഇത് ഏതെങ്കിലും ഞങ്ങൾക്ക് എടുത്തിട്ട് അതേമാതിരി ഒരു 600 500 കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു മിച്ചമാകും. അല്ലാതെ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇടിഞ്ഞു പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനുവരി മുതൽ വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ മുന്നിൽ കണ്ടാണിപ്പോൾ പല കർഷകരും സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് ഉണ്ടാകാൻ ഇടയുള്ള സഞ്ചാരികളുടെ തിരക്കിൽ കർഷകർ പ്രതീക്ഷയർപ്പിക്കുന്നു. ഇത്തവണ കർഷകർക്ക് സ്ട്രോബെറിയിൽ നിന്നും മെച്ചപ്പെട്ട വിളവ് ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ സ്ട്രോബെറിക്ക് ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് വിനയായി. ഇത് വിലയിടിവിന് വഴിയൊരുക്കി. കർഷകരിൽ ചിലർ സ്ട്രോബെറിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നു. പല കർഷകരും കടം വാങ്ങിയും മറ്റുമാണ് മെച്ചപ്പെട്ട വിളവും വിലയും പ്രതീക്ഷിച്ച് സ്ട്രോബെറി കൃഷി ഇറക്കിയിട്ടുള്ളത്. വില ഇനിയും ഇടിഞ്ഞാൽ അത് സ്ട്രോബെറി കർഷകർക്ക് വലിയ നഷ്ടത്തിന് ഇടവരുത്തും. ന്യൂസ് ബ്യൂറോ, അടിമാലി.